ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞായറാഴ്ച രാവിലെ എന്താ പറയുക, ഇന്നത്തെ ദിവസം നമുക്ക് സ്പെഷ്യലാണ്. അപ്പൂസിന് ആദ്യ കുർബാന കൊടുക്കുന്ന ദിവസമാണിന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോകണം. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു, ഞാൻ ഏത് സാരിയാണ് ഉടുക്കുന്നത് എന്നുള്ള സസ്പെൻസാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സീക്രട്ട് ഇപ്പോൾ ഞാൻ സാരി ഉടുത്ത് കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് ഒന്ന് റെഡിയായി സാരി കൊടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അങ്ങനെ ചർച്ചിലേക്ക് പോയി ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്നത് എൻ്റെ ഗ്രേ കളർ സാരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് വേണ്ടി എടുത്ത സാരി അയച്ചില്ല, അതുകൊണ്ടാണ് സസ്പെൻസ് എന്ന് പറഞ്ഞത്. ഞാൻ എടുത്ത പ്ലെയിൻ വൈറ്റ് സാരി ഞാൻ എടുത്തു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ ഞങ്ങൾ സാരിയെ കുറിച്ച് സുന്ദരി എൻ്റെ അമ്മ കണ്ട സുന്ദരി വീട്ടിൽ നിൽക്കുന്നുണ്ടാ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അമ്മ ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. കോട്ടൺ സാരി അമ്മ ഉടുത്തപ്പോണ്ടല്ലോ ഭയങ്കര ലുക്ക്. പക്ഷെ എനിക്ക് വലിയ ലുക്കൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പ്യുവർ വൈറ്റ് ഉടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. ഇന്നൊരു ദിവസത്തെ വേണ്ടിയ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ സെലക്ട് ചെയ്താണ്. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോയാലോ? ചെക്കന്മാരൊക്കെ ഒരുങ്ങുന്നേ ഉള്ളൂ. അവരോട് റെഡി ആയി കഴിഞ്ഞിട്ട് അവരെയും കൂടെ വീഡിയോ ഇങ്ങോട്ട് ആയിരിക്കും. ഞങ്ങളുടെ വെള്ളയ്ക്ക് കണ്ണ് കെട്ടരുതെന്നും പറഞ്ഞ് കണ്ണ് കിട്ടരുതെന്നും പറഞ്ഞിട്ട് ഇവള് മാറ്റി കൊടുത്തേക്കും കേട്ടോ. അതുകൊണ്ട് ഇവളെ ഞാൻ എൻ്റെ അടുത്തൊന്നും നിർത്തത്തില്ല. ഞങ്ങൾ വെള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഞാൻ ഇവളെ ദൂരം നിർത്തും. കണ്ടില്ല, അവളോട് ഞാൻ പറഞ്ഞ വെള്ളസാരി, നമ്മളോട് വെള്ളസാരി ഉടുത്തെടുത്ത് അവൾ മടുത്തത്. അതുകൊണ്ടാണ് ഗ്രീൻ എടുത്തത്. എങ്ങനെയുണ്ട്? പക്ഷെ നന്നായിട്ടില്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. എൻ്റെ നമ്മുടെ ആദ്യ കുർബാന പോയി റെഡിയായി നിൽപ്പുണ്ട്, ബ്ലാക്കും വൈറ്റും. എങ്ങനെയുണ്ട്? അപ്പൂസ് സൂപ്പർ അല്ലേ? അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി രണ്ടുപേരും ഇനി റെഡി ആവുന്നേ ഉള്ളൂ, സമയമായി. സൂപ്പറായിട്ടുണ്ട്, 3 പേരും റെഡിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ലേറ്റായി. ഫുള്ള് എന്താ പറയുന്നത്, രാവിലെ ആയപ്പോഴും വിയർക്കുന്നു കേട്ടോ. ആ ഒരു ടെൻഷൻ കാരണം ഒരുങ്ങി റെഡി ആയപ്പോഴത്തേന് ലേറ്റ്. എല്ലാവരും ഒരുക്കി കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേന് ആക്ച്വലി അവിടെ 7:30 അവിടെ ഉണ്ടാവേണ്ടുന്നതാണ്. ഇവിടെ തന്നെ 7:30 ആയി പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അങ്ങ് റീച്ച് ആവാൻ 10-15 മിനിറ്റ് എടുക്കും. അമ്മ ഇങ്ങോട്ട് നോക്കമ്മ, ഇങ്ങോട്ട് നോക്കടി. അങ്ങനെ ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ പള്ളി ചെന്നിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ പള്ളി ചെന്നിട്ട് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയാൽ മതി. അതാണ് ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും. 24 കുഞ്ഞുങ്ങളുണ്ട്. 24 കുഞ്ഞുങ്ങളുടെ പേരൻസും റിലേഷനും അതും പള്ളിയിലെ ആൾക്കാരെല്ലാം കൂടെ ആയിട്ട് തിരുവേനിയും കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് നന്നായിട്ട് ആളുണ്ടാവും. അതുകൊണ്ട് ഇച്ചിരി പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് കുറച്ച് താമസിച്ചു. രാവിലെ നേരത്തെ എണ്ണീറ്റതാ, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും റെഡി ആവണ്ടേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഇന്ന് ഹോളി കമ്മ്യൂണിയൻ എടുക്കുന്ന എല്ലാ പേരൻസിനും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റ് റിസർവ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റിനകത്ത് നമ്പറും ഒക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. God as His first communicants, openly confess that they are partakers in the saving grace of God. Let us all pray that they will experience the abundant power and grace of God. By parents and godparents at the time of the baptism. Now we take leave.
your inestimable mercy. I earnestly desire to wholeheartedly love you and faithfully follow you. I decide now to diligently learn the word of God and to regularly participate in the Holy Qurbana. May the Lord be with you and bless you and fill you with the Holy Spirit. In the name of the Father, the Son, and the Holy Spirit, I welcome you as a full communion of the church. It is the word of God, Jesus Christ. This day our daily bread. Forgive our trespasses as we forgive trespasses against us. Lead us not into temptation, but deliver us from evil. For thine is the kingdom, the power and glory. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞു. ഇനി ഫോട്ടോ സെക്ഷനാണ്. അപ്പം ആദ്യം ഇന്ന് ഹോളി കമ്മ്യൂണിയൻ എടുത്ത എല്ലാ കുഞ്ഞുങ്ങളോടും നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റാക്കി നിർത്തുകയാണ്. അപ്പോൾ ഇന്ന് 24 കുഞ്ഞുങ്ങളാണ് ഹോളി കമ്മ്യൂണിയൻ എടുത്തത്. അപ്പോൾ 24 പേരെ കൂടെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോരോ ഫാമിലി സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നമ്പർ വന്നിട്ട് 7 ആയിരുന്നു. അപ്പം 6 ഫാമിലിയുടേത് കഴിഞ്ഞു. അപ്പോൾ 7ാമത്തെ ഞങ്ങളുടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെഷനും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇനി ഊണ് കഴിക്കാനുള്ളിടത്തേക്ക് പോവാം. എല്ലാവരും ക്ഷീണിച്ച്, എന്നാലും പ്രതീക്ഷിച്ച് അത്ര ലേറ്റായില്ല കേട്ടോ, കുഴപ്പമില്ല. കുർബാന കഴിഞ്ഞിട്ട് ഹോളി കമ്മ്യൂണിയൻ എടുത്ത കുഞ്ഞുങ്ങളിലും പേരൻസും കൂടെ നിന്നിട്ട് തിരുമേനിയുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊക്കെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ നാത്തൂനും അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളെക്കാട്ടി മുന്നേ ഇങ്ങോട്ട് പോരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവരെ ഫോട്ടോ എടുക്കാൻ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോഴത്തേനും അവർ ഇനി പോരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാർ കഴിക്കാൻ വരുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങൾ ഫോട്ടോ എടുത്തോണ്ട് ഞങ്ങൾ വെളിയിൽ ഇനി വന്നു. ഇനി ആൾക്കാർ ഫോട്ടോ എടുക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഊണിന് വന്നിട്ട് ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി, കബാബ്, അത് കഴിഞ്ഞിട്ട് വഴുതനങ്ങ വെച്ചിട്ടൊരു മസാല പോലത്തെ ഒരു കറിയുണ്ട്. അത് കഴിഞ്ഞിട്ട് സലാഡുണ്ട്. ബിരിയാണിക്ക് സലാഡ് ഇല്ലാത്ത എന്ത് ബിരിയാണിയല്ലേ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പപ്പടം, അതുപോലെ അപ്പുറത്ത് ഈ ഒനിയൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യത്തെ ലഞ്ച് മാത്രം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബിരിയാണി ആയാലും കബാബ് ആയാലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടംപോലെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതായിരുന്നു ഭയങ്കര സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ 24 കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ. 24 കുഞ്ഞുങ്ങളുടെയും പേരൻസും റിലേഷനും അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് അല്ലാതെ പള്ളിയിലെ ആൾക്കാരും എല്ലാം കൂടെ ആയിട്ടൊന്ന് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചാലും അധികം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പള്ളിയുടെ മുന്നിലോട്ട് വന്നിന്ന് ഇവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ മുഴുവനും ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബഹളം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ കുറച്ച് നേരം നിന്നു. എൻ്റെ കൂട്ടുകാർ അന്ന് ഞങ്ങളുടെ പള്ളിയുടെ കൂതാശയുടെ നമ്മുടെ പള്ളിയുടെ വീഡിയോ കണ്ടതാണല്ലോ. എന്നാൽ കൂടി അന്ന് കാണാത്തവർക്ക് ഞങ്ങളുടെ പള്ളിയുടെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം. പള്ളിയുടെ അകത്തെ വ്യൂ നിങ്ങൾ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തെ വ്യൂ കണ്ടതാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പുറത്ത് നിന്ന് ഞങ്ങളുടെ പള്ളിയുടെ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാം. എന്ന് വെച്ചാൽ അന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ പള്ളിയുള്ളത് ജാലഹള്ളി ഗംഗമ്മ സർക്കിൾ എബനേസർ മർത്തോമ ചർച്ച് എന്നാണ് ഞങ്ങളുടെ പള്ളിയുടെ പേര്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എപ്പോഴും ചോദിക്കാറുണ്ട് പിന്നീട് ചർച്ചിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചപ്പോൾ അവരുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും നിന്നിട്ട് അമ്മയുടെ കൂടെ നിന്നിട്ടും ചേച്ചിയുടെ കൂടെ നിന്നിട്ടൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇനി തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇനി ഇത് കുട്ടലങ്ങളൊക്കെ ഒന്ന് അഴിച്ചു വെക്കട്ടെ. കാരണം വെച്ചാൽ ഫുള്ള് ടയേർഡായി, രാവിലെ പോയതല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു.